Dear students, once again welcome to my class. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഡിറ്റർമിനൻസ് എന്ന ചാപ്റ്ററാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഡിറ്റർമിനൻസ് എന്ന ചാപ്റ്ററിലെ മൈനേഴ്സ്, കോഫാക്ടേഴ്സ് ആൻഡ് അഡ്ജോയിന്റ് ഓഫ് എ മാട്രിക്സ്. അതിൽ ഫസ്റ്റ് വൺ മൈനർ ഓഫ് എൻ എലമെന്റ്. Minor of an element Aij of a determinant is the determinant obtained by deleting its ith row and jth column in which element Aij lies. അപ്പോൾ Aij എന്ന എലമെന്റിന്റെ മൈനർ കിട്ടാൻ Aij ഉള്ള റോയും കോളവും ഡിലീറ്റ് ചെയ്യുക. അങ്ങനെ ഡിലീറ്റ് ചെയ്താൽ നമുക്ക് ഒരു ഡിറ്റർമിനന്റ് കിട്ടും. ആ ഡിറ്റർമിനന്റിന്റെ വാല്യൂ ആണ് മൈനർ ഓഫ് Aij. മൈനർ ഓഫ് എൻ എലമെന്റ് Aij ഈസ് ഡിനോട്ടഡ് ബൈ Mij. Minor of an element of a determinant of order n is a determinant of order n minus 1. എന്തുകൊണ്ടായിരിക്കും? ഡിറ്റർമിനന്റ് ഓഫ് ഓർഡർ n നിന്നും Aij ഉള്ള റോയും കോളവും ഡിലീറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ഡിറ്റർമിനന്റിൽ നിന്നും ഒരു റോയും ഒരു കോളവും ഡിലീറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓർഡർ n minus 1 ആകും. Consider an example. Find minor of 6 in the determinant 1, 2, 3, 4, 5, 6, 7, 8, 9. Find the minor of this element 6. ഫസ്റ്റ് ചെയ്യേണ്ടത് 6 എന്ന് പറഞ്ഞ എലമെന്റുള്ള റോയും കോളവും ഒഴിവാക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഡിറ്റർമിനന്റ് 1, 2, 7, 8 ആണ്. അപ്പോൾ ഈ ഡിറ്റർമിനന്റിന്റെ വാല്യൂ ആണ് മൈനർ ഓഫ് 6. Then what is the value of this determinant? Equal to 1 into 8 minus 2 into 7. This 8 minus 14 equal to minus 6. അപ്പോൾ മൈനർ ഓഫ് 6 നമുക്ക് കിട്ടുന്നത് മൈനസ് 6 ആണ്. അപ്പോൾ മൈനർ കണ്ടുപിടിക്കാൻ ആ എലമെന്റുള്ള റോയും കോളവും ഒഴിവാക്കി കിട്ടുന്ന ഡിറ്റർമിനന്റിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് കോഫാക്ടർ ഓഫ് എൻ എലമെന്റ്. Cofactor of an element Aij denoted by capital letter Aij is defined by Aij equal to minus 1 whole raised to I plus j into Mij, where Mij is minor of Aij. അപ്പോൾ മൈനറിന് പ്ലസ് മൈനസ് സൈൻ കൊടുത്താലാണ് നമുക്ക് കോഫാക്ടർ കിട്ടുക. minus 1 whole raised to I plus j. അപ്പോൾ I plus j ഈവൺ നമ്പർ ആണെങ്കിൽ കോഫാക്ടർ ഈക്വൽ ടു മൈനർ തന്നെ കിട്ടും. I plus j ഓഡ് നമ്പർ ആണെങ്കിൽ കോഫാക്ടർ ഈക്വൽ ടു മൈനസ് Mij ആയിരിക്കും കിട്ടുക. എക്സാമ്പിൾ. ഫൈൻഡ് minors and cofactors of all the elements of the determinant 2, minus 4, 0, 3. നോക്കാം നമുക്ക് ഈ ഡിറ്റർമിനന്റിന്റെ മൈനേഴ്സും കോഫാക്ടേഴ്സും കണ്ടുപിടിക്കാം. ഫസ്റ്റ് M11. 11 മീൻസ് ഫസ്റ്റ് റോയിലും ഫസ്റ്റ് കോളത്തിലുള്ള എലമെന്റ്, ദാറ്റ് മീൻസ് 2. മൈനർ ഓഫ് 2 കണ്ടുപിടിക്കാൻ 2 ഉള്ള റോയ് ഒഴിവാക്കുക, കോൾ ഒഴിവാക്കുക. We get determinant 3 equal to 3. Next M12.
m12 ഈസ് -4. റോയും കോളം ഒഴിവാക്കിയാൽ ഡിറ്റർമിനന്റ് 0 ഈക്വൽ ടു 0. നെക്സ്റ്റ് m21 സെക്കൻഡ് റോ, ദാറ്റ് മീൻസ് 0. മൈനർ ഓഫ് 0 ഈക്വൽ ടു 0 ഉള്ള റോയും കോളവും ഒഴിവാക്കിയാൽ വി ഗെറ്റ് -4. നെക്സ്റ്റ് m22 മൈനർ ഓഫ് 3 ഉള്ള റോയും കോളവും ഒഴിവാക്കിയാൽ 2 ആണ് കിട്ടുക. 3 ഉള്ള റോ കോളം. ദെൻ റിമൈനിങ് ഡിറ്റർമിനന്റ് 2, ദാറ്റ് ഈസ് 2. നെക്സ്റ്റ് കോഫാക്ടർ എന്താണെന്ന് നോക്കാം. a11 ബൈ ഡെഫിനിഷൻ -1 ഹോൾ റേസ് ടു 1 + 1 ഇൻറ്റു m11. 1 + 1 2, -1 ഹോൾ സ്ക്വയർ ഈസ് പോസിറ്റീവ്, ഹെൻസ് m11 ഈക്വൽ ടു 3. Next a12 by definition -1 whole raised to 1 + 2 into m12. 1 + 2 is 3. So -1 whole cube minus m12 minus 0. Minus 0 is 0 itself. Next a21 -1 raised to 2 + 1 m21. 2 + 1 3. -1 whole cube is negative m21. Negative -4 equal to 4. a22 -1 raised to 2 + 2 m22. 2 + 2 is 4. -1 whole raised to 4 is positive m22. It is 2. അപ്പോൾ -1ന്റെ പവർ 2 4 വരുമ്പോൾ m22 തന്നെ കിട്ടുന്നത് 3 തന്നെയാണ്. പക്ഷേ 3 വരുമ്പോൾ നെഗറ്റീവ് ആണ് വരുന്നത്. അപ്പോൾ -1 റേസ് ടു ഈവൺ നമ്പർ വരുമ്പോൾ നമുക്ക് മൈനർ തന്നെ കിട്ടും. -1 ഹോൾ റേസ് ടു ഓഡ് നമ്പർ വരുമ്പോൾ മൈനറിൻ്റെ സൈൻ മാറ്റിയാൽ മതി. നെക്സ്റ്റ് അടുത്തത് എന്താണ്? മൈനർ നമ്മൾ പഠിച്ചു, കോഫാക്ടർ പഠിച്ചു. അടുത്തത് അഡ്ജോയിന്റ് ഓഫ് എ മെട്രിക്സ്. Adjoint of a matrix is defined as transpose of the matrix Aij, where Aij is cofactor of the element Aij. അപ്പോൾ നമ്മൾ കോഫാക്ടേഴ്സ് കണ്ടുപിടിച്ച് ആ കോഫാക്ടേഴ്സിനെ മെട്രിക്സിൽ എഴുതിയാൽ വി ഗെറ്റ് കോഫാക്ടർ മെട്രിക്സ്. അപ്പോൾ ആ കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുത്താൽ വി ഗെറ്റ് അഡ്ജോയിന്റ് ഓഫ് ദ മെട്രിക്സ്. വാട്ട് ഈസ് മീൻ ബൈ ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്? ഇന്റർചേഞ്ച് റോസ് ആൻഡ് കോളംസ്. റോയും കോളവും ഇന്റർചേഞ്ച് ചെയ്താൽ നമുക്ക് ട്രാൻസ്പോസ് കിട്ടും. Adjoint of the matrix is denoted by ADJA. We read as adjoint of A. നമ്മളിപ്പോൾ നേരത്തെ ഒരു എക്സാമ്പിൾ ചെയ്തു. ആ എക്സാമ്പിളിലെ അഡ്ജോയിന്റ് എന്താണെന്ന് നോക്കാം. The matrix is 2 - 4 0 3. നമുക്ക് ഒരുപാട് എലമെന്റ്സിന്റെ ആ 4 എലമെന്റ്സിന്റെയും കോഫാക്ടർ കണ്ടുപിടിച്ചു. ആ കോഫാക്ടറിനെ ഒരു മെട്രിക്സിൽ എഴുതിയാൽ വി ഗെറ്റ് കോഫാക്ടർ മെട്രിക്സ് ഈക്വൽ ടു 3 0 4 2. അപ്പോൾ a11 a12 ഫസ്റ്റ് റോയിൽ എഴുതുക, a21 a22 സെക്കൻഡ് റോയിൽ എഴുതുക. ഇനി ഇതിന്റെ ട്രാൻസ്പോസ് എടുത്താൽ നമുക്ക് അഡ്ജോയിന്റ് കിട്ടും. 3 0 അതിന് ഫസ്റ്റ് കോളം, ഇവിടെ ഫസ്റ്റ് റോ ആണല്ലോ 3 0 അതിനെ ഫസ്റ്റ് കോളത്തിൽ എഴുതുക 3 0. 4 2 റോയിലുള്ളതിന് സെക്കൻഡ് കോളത്തിൽ എഴുതുക. വി ഗെറ്റ് അഡ്ജോയിന്റ്. ഇനി നമുക്ക് ആ എയും അഡ്ജോയിന്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. 2 3 ഡയഗണല്, ഹിയർ 3 2. ദാറ്റ് മീൻസ് a22 a11 ആയി, a11 a22 ആയി. ദാറ്റ് മീൻസ് നമുക്ക് അഡ്ജോയിന്റ് കിട്ടാൻ a11ഉം a22ഉം ഇന്റർചേഞ്ച് ചെയ്താൽ മതി. നെക്സ്റ്റ് -4 +4 ആയി, 0 -0 പറഞ്ഞാൽ 0 തന്നെയാണ്. അപ്പോൾ a12ഉം a21ന്റെയും സൈൻ
മാറ്റിയാൽ മതി. ദാറ്റ് മീൻസ് in the case of square matrix of order 2, the adjoint can be obtained by interchanging a11 and a22 and change the signs of a12 and a21. a11ഉം a22ഉം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക. പിന്നെ a12ന്റെയും a2വിന്റെയും സൈനും മാറ്റിയാൽ we get adjoint of the matrix. അപ്പോൾ നമ്മളിപ്പോൾ കോഫാക്ടർ പഠിച്ചു, മൈനർ ആദ്യം പഠിച്ചു, ഇപ്പോൾ അഡ്ജോയിന്റും പഠിച്ചു. ഇനി ഇതിൻ്റെ പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് അഡ്ജോയിന്റ് ഓഫ് എ ഫോർ എ ഈക്വൽ ടു മെട്രിക്സ് 2 3 1 4. ദിസ് ഈസ് 2/2 മെട്രിക്സ്. അപ്പോൾ നമ്മളിപ്പോൾ 2/2 മെട്രിക്സിൻ്റെ അഡ്ജോയിന്റ് എ എന്ന മെട്രിക്സ് നോക്കിയാൽ തന്നെ കിട്ടുമെന്ന് പഠിച്ചു. എങ്ങനെയായിരുന്നു? a11ഉം a22ഉം ഇന്റർചേഞ്ച് ചെയ്യുക. അപ്പോൾ 2വിൻ്റെ സ്ഥാനത്ത് 4 വരും, 4ന്റെ സ്ഥാനത്ത് 2 വരും. പിന്നെ a12ഉം a21ന്റെയും സൈനും മാറ്റുക. അപ്പോൾ ഇവിടെ -3 -1. ഹെൻസ് വി ഗെറ്റ് അഡ്ജോയിന്റ് ഓഫ് എ ഈക്വൽ ടു 4 -3 -1 2. നോക്കാം, നമുക്ക് ചെയ്ത് നോക്കാം അങ്ങനെ തന്നെയല്ലേ കിട്ടുക എന്നുള്ളത്. നമുക്ക് 2 മാർക്കിനൊക്കെ ഉണ്ടെങ്കിൽ വെറും ആൻസർ എഴുതിയാൽ പോരാ, നമുക്ക് പ്രോബ്ലം തന്നെ ചെയ്യാം. ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് മൈനേഴ്സ് ആൻഡ് ദെൻ കോഫാക്ടേഴ്സ്. മൈനർ m11 ഈക്വൽ ടു മൈനർ ഓഫ് 2. 2 ഉള്ള റോയും കോളും ഒഴിവാക്കിയാൽ 4. നമുക്ക് കോഫാക്ടർ ആ എലമെന്റ് കോഫാക്ടർ കണ്ടുപിടിക്കാം. a11 ഈക്വൽ ടു -1 ഹോൾ റേസ് ടു 1 + 1 m11 1 + 1, therefore m11 equal to 4. Next m12 minor of 3 ഉള്ള റോയും കോളും ഒഴിവാക്കിയാൽ 1. a12 equal to -1 whole raised to 1 + 2 m12 1 + 2, hence 3 -1 whole cube, hence -m12 equal to -1. m21 minor of 1 equal to 3. a21 2 + 1, that is 3, hence -m21 -3. m22 minor of 4 equal to 2. a22 equal to -1 whole raised to 2 + 2 m22 -1 whole raised to 4, hence m22 equal to 2. ഈ കോഫാക്ടേഴ്സ് നമുക്ക് ഒരു മെട്രിക്സിൽ എഴുതാം. കോഫാക്ടർ മെട്രിക്സ് ഈക്വൽ ടു 4 -1 -3 2. ഇതിനെ മെട്രിക്സിൽ എഴുതി. നെക്സ്റ്റ്, വാട്ട് ഈസ് മെൻ ബൈ അഡ്ജോയിന്റ് ഓഫ് എ? അഡ്ജോയിന്റ് ഈക്വൽ ടു ട്രാൻസ്പോസ് ഓഫ് ദി കോഫാക്ടർ മെട്രിക്സ്. 4 -1 ഫസ്റ്റ് കോളത്തിൽ എഴുതുക, -3 2 സെക്കൻഡ് കോളത്തിൽ എഴുതുക. We get transpose of the cofactor matrix, that is adjoint of A. ഇപ്പോൾ നമ്മൾ 2/2 മെട്രിക്സ് ആണ് കൺസിഡർ ചെയ്തത്. നെക്സ്റ്റ് കൺസിഡർ എ 3/3 മെട്രിക്സ്. കൺസിഡർ A equal to മെട്രിക്സ് 2 -3 5 6 0 4 1 5 -7. Find minors and cofactors of the elements of the determinant A. Verify that a11 into cofactor a31 plus a12 into a32 plus a13 into a33 equal to 0, and finally find out adjoint of A. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മൈനർ കോഫാക്ടർ എന്താണെന്ന് നോക്കാം. മൈനേഴ്സ് ഫസ്റ്റ് m11 ഈക്വൽ ടു മൈനർ ഓഫ് 2. 2 ഉള്ള റോ ഒഴിവാക്കുക, കോൾ ഒഴിവാക്കുക. വി ഗെറ്റ് 0 4 5 -7 ഈക്വൽ ടു 0 into -7 -4 into 5, 0 -20 equal to -20.
നെക്സ്റ്റ് അതിന്റെ കോഫാക്ടർ കണ്ടുപിടിക്കാം. A11 ഈക്വൽ ടു -1 ഹോൾ റേസ് ടു 1 + 1 into M11. 1 + 1 that is 2. Hence M11 equal to -20. അപ്പോൾ ഇത് മാത്രം നോക്കിയാൽ മതി. പവറായിട്ട് വരുന്ന നമ്പർ ഈവൺ നമ്പർ ആണെങ്കിൽ ഇതേ നമ്പർ ആയിരിക്കും. ഇവിടെ കിട്ടുന്നത് ഓഡ് നമ്പർ ആണെങ്കിൽ ഇതിന്റെ സൈൻ മാറ്റണം. അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നെക്സ്റ്റ് M12. M12 ഈസ് മൈനർ ഓഫ് -3. -3 ഉള്ള റോ ഒഴിവാക്കുക, കോൾ ഒഴിവാക്കുക. വി ഗെറ്റ് 6, 4, 1, -7 ഈക്വൽ ടു 6 into -7 -4 into 2 is -42 -4. നെക്സ്റ്റ് -46 ആൻസർ കിട്ടും. A12 -1 ഹോൾ റേസ് ടു 1 + 2 into M12. 1 + 2 is 3. 3 ആയതുകൊണ്ട് -M12. അപ്പോൾ ഇതിന്റെ സൈൻ മാറ്റണം. -46 എന്നുള്ളത് +46 ആവും, ഇവിടെ 3 വന്നതുകൊണ്ട്. നെക്സ്റ്റ് M13 മൈനർ ഓഫ് 5. 5 ഉള്ള റോ ഒഴിവാക്കി, കോൾ ഒഴിവാക്കി. വി ഗെറ്റ് ഡിറ്റർമിനന്റ് 6, 0, 1, 5 ഈക്വൽ ടു 6 into 5 30 -0 equal to 30. Next A13 -1 whole raised to 1 + 3 into M13. 1 + 3 4. Hence M13 equal to 30. Next M21 minor of 6. 6 ഉള്ള റോ ഒഴിവാക്കി, കോൾ ഒഴിവാക്കി. വി ഗെറ്റ് -3 5 5 -7. -3 into -7 21 -5 into 5 25. 21 - 25 equal to -4. A21 equal to -1 whole raised to 2 + 1 into M21. 2 + 1 is 3. Hence -M21. ഇതിന്റെ സൈൻ മാറ്റുമ്പോൾ +4. M22 മൈനർ ഓഫ് 0. 0 ഉള്ള റോ, കോളം. വി ഗെറ്റ് 2 5 1 -7. 2 into -7 -40 -5 into 1 5 equal to -19. A22 equal to -1 whole raised to 2 + 2 into M22. 2 + 2 is 4. Hence -1 raised to 4. Positive M22. That is M22 ന്റെ വാല്യൂ തന്നെ -19. No change. Next M23 minor of 4. 4 ഉള്ള റോ, കോളം ഒഴിവാക്കിയാൽ 2 -3 1 5. 2 into 5 10 -3 into 1 -3 -3 that is +3. 10 + 3 is 13. Next A23 equal to -1 whole raised to 2 + 3 into M23. 2 + 3 is 5. Hence -1 whole raised to 5 minus M23 -13. M31 minor of 1 equal to determinant -3 5 0 4. -3 into 4 -12 minus 5 into 0 0 -12. Next A31 -1 raised to 3 + 1 into M31. 3 + 1 is 4 equal to M31, that is -12. M32 minor of 5. 5 ഉള്ള റോ and then column. Remaining determinant 2 5 6 4. 2 into 4 8 minus 5 into 6 30. 8 minus 30 equal to -22. A32 equal to -1 whole raised to 3 + 2.
into M32. 3 plus 2 equal to 5. Hence, minus 1 whole raised to 5 minus M32. അപ്പോൾ ഇതിൻ്റെ സൈൻ ചേഞ്ച് ചെയ്താൽ പ്ലസ് 22. ലാസ്റ്റ് M33 minor of minus 7 equal to 2 minus 3 6 0. 2 into 0 0 minus 3 into 6 minus 18 minus 18 equal to plus 18. A33 equal to minus 1 whole raised to 3 plus 3 into M33. 3 plus 3 is 6. അപ്പോൾ M33 equal to 18. ഇനി നമുക്ക് കിട്ടിയ കോഫാക്ടേഴ്സ് ഒക്കെ ഒരു മെട്രിക്സിനകത്ത് എഴുതിയാൽ നമുക്ക് കോഫാക്ടർ മെട്രിക്സ് കിട്ടും. ഈക്വൽ ടു ഇവിടെ A11, A12, A13, ഇവിടെ A21, A22, A23, A31, A32, A33 എഴുതാം. അപ്പോൾ നമുക്ക് കോഫാക്ടർ മെട്രിക്സ് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, A11 ഇൻറ്റു കോഫാക്ടർ. ഇതിൻ്റെ ആൻസർ 0 ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് A11 എന്ന് പറഞ്ഞാൽ മെട്രിക്സ് എയിലെ എലമെൻ്റ് ആണ്. അപ്പോൾ മെട്രിക്സ് എ നമുക്ക് എഴുതി നോക്കാം. നമുക്ക് തന്ന മെട്രിക്സ് ഇതാണ്. അപ്പോൾ A11 ഈസ് 2. അപ്പോൾ 2 ഇൻറ്റു A31, ഇതാണ് കോഫാക്ടർ മെട്രിക്സ്. A31 എന്ന് പറഞ്ഞാൽ തേർഡ് റോയിലെ. അപ്പോൾ ഇതൊക്കെ A11, A12, A13 ഫസ്റ്റ് റോയാണ്. ഇത് മൊത്തം തേർഡ് റോ. അപ്പോൾ ഈ ഫസ്റ്റ് റോയും തേർഡ് റോയും മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യണം. അപ്പോൾ എന്താ കിട്ടുക? 2 ഇൻറ്റു മൈനസ് 12 പ്ലസ് minus 3 into 22 plus 5 into 18 equal to minus 24 minus 66 plus 90. Minus 24 minus 66 minus 90 plus 90 equal to 0. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാം? ഇത് മെട്രിക്സ് എ, ഇത് കോഫാക്ടർ മെട്രിക്സ്. മെട്രിക്സ് എയിലെ ഫസ്റ്റ് റോയും കോഫാക്ടറിലെ തേർഡ് റോയും മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താൽ 0. അതേ രീതിയിൽ ഇതിലെ ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താൽ 0 ആണ് കിട്ടുന്നത്. ഹെൻസ് ഇഫ് എലമെന്റ്സ് ഓഫ് എ റോ മൾട്ടിപ്ലൈഡ് വിത്ത് കോഫാക്ടേഴ്സ് ഓഫ് എനി അതർ റോ ദർ സം ഈസ് 0. അപ്പോൾ ഇതിൽ ഫസ്റ്റ് റോ എടുക്കുന്നെങ്കിൽ ഇവിടെ സെക്കൻഡോ തേർഡോ എടുക്കണം. ഇവിടെ സെക്കൻഡ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഫസ്റ്റോ തേർഡോ എടുക്കണം. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 0 ആയിരിക്കും. അതൊരു ഇമ്പോർട്ടൻ്റ് റിസൾട്ടാണ്. നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അഡ്ജോയിന്റ് ഓഫ് എ ആണ്. അഡ്ജോയിന്റ് വി നോ വാട്ട് ഈസ് മെന്റ് ബൈ അഡ്ജോയിന്റ്? ട്രാൻസ്പോസ് ഓഫ് കോഫാക്ടർ മെട്രിക്സ്. ഇതാണ് കോഫാക്ടർ മെട്രിക്സ്. ഈ കോഫാക്ടർ മെട്രിക്സിന്റെ റോയും കോളവും ഇന്റർചേഞ്ച് ചെയ്യുക. അപ്പോൾ -20, 46, 30 അത് ഫസ്റ്റ് കോൾ ആകും. 4, -19, -13 അത് സെക്കൻഡ് കോളം. -12, 22, 18 അത് തേർഡ് കോളം. അങ്ങനെ എഴുതിയാൽ വി ഗെറ്റ് അഡ്ജോയിന്റ് ഓഫ് ദ മെട്രിക്സ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച 3 കൺസെപ്റ്റ് ഉണ്ട്. മൈനർ, കോഫാക്ടർ, അഡ്ജോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അങ്ങോട്ടുള്ള പോർഷന് ബേസ് എന്ന് പറഞ്ഞത് ഈ 3 കൺസെപ്റ്റാണ്. അപ്പോൾ നല്ല വൃത്തി ചെയ്ത് പഠിക്കുക. ഹോംവർക്ക് ഉള്ളതും കൂടെ ചെയ്യുക. അപ്പം ഈ 3 ഡിറ്റർമിനൻറ്റിൻ്റെ മൈനറും കോഫാക്ടേഴ്സും കണ്ടുപിടിക്കുക. പിന്നെ ഈ 3 ഡിറ്റർമിനൻറ്റിനെ നമുക്ക് മെട്രിക്സ് ആക്കിയിട്ട് എഴുതുക. ആ മെട്രിക്സിൻ്റെ അഡ്ജോയിൻറ്റും കണ്ടുപിടിക്കുക. അത് ഹോംവർക്കായിട്ട് ചെയ്യുക. വൃത്തി പഠിക്കുക. അഡ്ജോയിൻറ്റ് വരെയുള്ള പോർഷൻ, ഇനി അങ്ങോട്ടുള്ള പോർഷൻ അതിൽ നിന്ന് 2 സ്റ്റെപ്പ് കൂടിയാലാണ് അടുത്ത ടോപ്പിക്ക് കിട്ടുക. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ പോർഷൻ പഠിച്ചു വെക്കുക.